ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് 21 ഇടങ്ങളിലായി ഇഡിയുടെ പരിശോധന നടക്കുന്നത്. പ്രതികളുടെ വീട്ടിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും പരിശോധന പുരോഗമിച്ച് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേട്ടയിലെ വാസുവിന്റെ വീട്ടിലും പത്മകുമാർ, മുരാരി ബാബു എന്നിവരുടെ വീടുകളിലും പരിശോധന പുരോഗമിച്ചു വരികയാണ്. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുകയാണ്. രാവിലെ 7 മണിയോടുകൂടി അപ്രതീക്ഷിതമായി ഇഡി ഉദ്യോഗസ്ഥരെത്തി പരിശോധനയിലേക്ക് കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന നടക്കുന്നുണ്ട്. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും ഇഡിയുടെ പരിശോധന പുരോഗമിച്ചു വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ശക്തമായ അന്വേഷണത്തിലേക്ക്, സമഗ്ര അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുകയാണ്. കള്ളപ്പണ ഇടപാട് പ്രതികൾക്കിടയിൽ നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഇഡി പരിശോധിച്ചു വരുന്നത്. വിജിൻ വായാന്തോട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. വിജിൻ, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രാവിലെ ഇഡി ഉദ്യോഗസ്ഥരെത്തുകയാണ്. അവർ ഇപ്പോൾ ഓഫീസിനകത്ത് കയറി രേഖകളും മറ്റിടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ പരിശോധിച്ചു വരികയാണോ ഇപ്പോൾ? ദിവ്യ 7 മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രേഖകളാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത്. പക്ഷേ ആ രേഖകളിൽ ഏതൊക്കെ ഇഡിക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. കാരണം നേരത്തെ തന്നെ SIT ഇവിടെയൊക്കെ പരിശോധന നടത്തുകയും സാമ്പത്തിക ഇടപാടും ഒപ്പം തന്നെ കരാറുകളും ഒക്കെയായി ബന്ധപ്പെട്ട രേഖകൾ ഒക്കെ ശേഖരിച്ചതാണ്. അതിനുശേഷം വിശദമായ പരിശോധന SIT തന്നെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇഡി ഈ കരാറുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനായി നിലവിൽ എന്തായാലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ വാസുവിന്റെ വീട്ടിൽ, തിരുവനന്തപുരത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും ഒക്കെ ആയിരുന്ന എൻ വാസുവിന്റെ വീട്ടിലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാവിലെ തന്നെ 7 മണിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമ്മൂടിലെ വീട്ടിലും ഇഡി സംഘം എത്തിയിരുന്നു. പക്ഷേ അവിടെ വീട് അടഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ആണ് ഈ കട്ടിലപ്പാളി കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഇഡി സംഘം എത്തിയിരിക്കുന്നത്. അവിടെയും പരിശോധന നടത്തുകയാണ്. എന്തായാലും ഇഡി ഇക്കാര്യത്തിൽ പ്രധാനമായും കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് സാമ്പത്തികമായ ഇടപാടുകൾ തന്നെയാണ്. SIT നടത്തിയ അന്വേഷണത്തിന് അപ്പുറം സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പ്രതി ചേർക്കപ്പെട്ടവർ നടത്തിയത് എന്ന ഉൾപ്പെടെയുള്ള വിവരശേഖരണമാണ് നിലവിൽ ഇപ്പോൾ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 21ഓളം ഇടങ്ങളിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പും കൂടാതെയുള്ള പരിശോധനയാണ് നിലവിൽ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുരാരി ബാബുവിന്റെ വീട്ടിൽ, ഒപ്പം തന്നെ മറ്റ് പ്രതി ചേർക്കപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻ സിഇഒയുടെ ഓഫീസിൽ, വീട്ടിൽ, ഒപ്പം തന്നെ ഗോവർദ്ധന്റെ വീട്ടിൽ, അങ്ങനെ പ്രതി ചേർക്കപ്പെട്ട എല്ലാവരുടെയും വീടുകളിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലാണ് നിലവിലിപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പരിശോധനയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതൊക്കെ തരത്തിൽ ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ സാമ്പത്തികമായി ശബരിമലയിൽ നിന്ന് ലാഭമുണ്ടാക്കിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, കണക്കിൽപ്പെടാത്ത എത്ര തുക നിലവിൽ അവരുടെ കൈവശമുണ്ട്, രേഖകളിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ കണ്ടെത്താൻ കഴിയും എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് നിലവിൽ എന്തായാലും ഇഡി ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. വിപുലമായ അന്വേഷണം, വിപുലമായ പരിശോധന തന്നെയാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഏകദേശം ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ കണക്കനുസരിച്ച് നിലവിൽ 20 വർഷത്തോളം മുമ്പുള്ള കണക്കുകൾ ഉൾപ്പെടെയാണ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ 20 വർഷം മുമ്പ് മുതൽ ആരംഭിച്ചിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ തട്ടിപ്പുകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്, കരാറിനപ്പുറം ഏതൊക്കെ തരത്തിൽ ഉള്ള ഈ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വിവരശേഖരണം ഇഡിക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും 2 കേസുകളിലാണ് നിലവിൽ ഇഡി ഇപ്പോൾ ഈ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അത് ഒന്ന് സ്വർണ്ണപ്പാളിയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പവും ഉൾപ്പെടെയുള്ളവ കടത്തിക്കൊണ്ടുപോവുകയും അത് സ്വർണം വേർതിരിച്ചതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, ഒപ്പം തന്നെ കട്ടിലപ്പാളിയുമായി ബന്ധപ്പെട്ട് അത് പുറത്തേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, ഈ 2 കേസുകൾ SIT അന്വേഷിക്കുന്നതിനിടയിലാണ് ഇഡി ഈ കേസ് ഏറ്റെടുക്കുന്നത്. ഇതിലെ സാമ്പത്തിക ക്രമക്കേടുകൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ട്, സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം 14 ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ നിലവിൽ തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിനപ്പുറം ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തുകയാണ് ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം. അതിൽ ഈ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട പത്മകുമാർ, ഒപ്പം തന്നെ എൻ വാസു, മുരാരി ബാബു, ഒപ്പം ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ളവർ, മറ്റ് നിലവിൽ ഉള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള പരിശോധനയാണ് ഇപ്പോൾ ഇഡി സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള
പ്രതികളുടെയും അല്ലാത്തതുമായ വിവിധ ഇടങ്ങളിൽ നിലവിൽ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ കൂടുതൽ രേഖകൾ ഈ പ്രത്യേക അന്വേഷണ സംഘം പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളുടെ വീടുകളിൽ നിന്നും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തു നിന്നും ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയും അവിടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഏതൊക്കെ രേഖകൾ ഇനി ഇഡിക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ സ്വാഭാവികമായും കോടതിയിൽ അപേക്ഷ നൽകി അത്തരം സാമ്പത്തികമായ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ഇഡിക്ക് കൈപ്പറ്റേണ്ടി വരും. അങ്ങനെ അതൊക്കെ കൈപ്പറ്റിയ ശേഷമായിരിക്കും കൂടുതൽ വിശദമായ ആരെയൊക്കെ പ്രതി ചേർക്കണം, എത്ര ആളുകൾ ഈ കേസിൽ പ്രതിയാക്കപ്പെടും എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു തീരുമാനത്തിലേക്ക്, അതിനുള്ളൊരു നിഗമനത്തിലേക്ക് ഒക്കെ എന്തായാലും ഇഡി കടക്കുക. എന്തായാലും നിലവിൽ കോടതി തന്നെ SIT അന്വേഷണത്തിൽ പൂർണ്ണമായ തൃപ്തി രേഖപ്പെടുത്തുകയും അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദം നൽകുകയും ഒക്കെ ചെയ്തതിന് ഇടയിലാണ് ഇഡി ഇപ്പോൾ പൊടുന്നനെയുള്ള 21ഓളം കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് ഇഡി വിശദമായി തന്നെ പരിശോധിക്കുന്നു. സംസ്ഥാനത്ത് 21 ഇടങ്ങളിൽ റെയ്ഡ് നടന്നുവരികയാണ്. പ്രതികളായ പത്മകുമാർ വാസ്തു, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്നിവരുടെ വീടുകളിലൊക്കെ പരിശോധന നടക്കുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ ഉൾപ്പെടെ അതുപോലെ തന്നെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടന്നുവരികയാണ്.